പല രീതിയിൽ എല്ലാ മക്കളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ച്, നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ നമ്മളുമായിട്ടൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എവിടെയോ ഞാനും എൻ്റെ മക്കളും തമ്മിൽ ഒരു ബോണ്ട് കുറച്ച് എവിടെയോ ഒക്കെ അങ്ങ് പോയിട്ടുണ്ട് എന്ന് പറയുന്ന ചില പാരൻസ് ഉണ്ട്. നിങ്ങൾ മക്കളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആഗ്രഹിക്കുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ട്ലി ബോണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുവാനും അവർക്ക് നല്ലൊരു ശുഭാപ്തി വിശ്വാസം നൽകുവാനും അവരിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുവാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജുഹന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉപാധികളില്ലാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് മക്കളുമായിട്ട് നല്ലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മക്കൾ വലുതാവും തോറും അവരെ ഓമനിച്ചു കൊണ്ടിരുന്നാൽ അവരുടെ സ്വഭാവം മോശമായി പോവും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ കാര്യമാണ് കേട്ടോ. നമ്മുടെ മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ താരാട്ടൊക്കെ പാടി അവരെ ഒന്ന് ഓമനിച്ച് അവർക്ക് ഉമ്മ കൊടുത്ത് അവരെ കെട്ടിപ്പിടിച്ച് നമ്മൾ അവരെ അങ്ങനെ അങ്ങ് ലാളിക്കും അല്ലെ. ആ സമയത്ത് ആ കുഞ്ഞിന് ആ അമ്മനോട് ആ കുഞ്ഞിന്റെ പാരൻസിനോട് ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അല്ലേ. വലുതായി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ ഉമ്മ വെക്കാം, ഹഗ് ചെയ്യാം എന്നുള്ളതാണ്. രാത്രി കിടക്കാൻ നേരത്തെ കുട്ടിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് മോനെ മോളെ ഗുഡ് നൈറ്റ് അല്ലേ, സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകാൻ നേരത്ത് നല്ലൊരു രീതിയിൽ ഇതുപോലെ ഒന്ന് അവരോട് സ്നേഹം പ്രകടിപ്പിക്കാം. ഫിസിക്കൽ ആയിട്ടുള്ള അഫർമേഷൻ എന്നാണ് ഇതിന് പറയുക. ഇത് നിങ്ങൾ അവർക്ക് നൽകുമ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരു ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുകയും അവർക്ക് നിങ്ങളിൽ ഒരു കംഫർട്ടും ഒരു സെക്യൂരിറ്റിയും ഫീൽ ചെയ്യും. അവരുടെ മൈൻഡ് കാമാവും, അവർ കോൺഫിഡൻറ്റ് കൂടാനും സഹായിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് വെർബൽ അഫർമേഷൻ ആണ്. അവർക്ക് നല്ലൊരു സ്നേഹഭാഷ കൊടുക്കുക. ഐ ലവ് യു എന്ന് പറയുക. അവരോട് എന്താണ്, നീ എൻ്റെ ഭാഗ്യമാണ്, നീ ഞങ്ങളുടെ പൊന്നാണ്, മുത്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവരെ ഒന്ന് പോസിറ്റീവായിട്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുക. ഇനി അവർ എന്തെങ്കിലും ടാസ്കുകളൊക്കെ ചെയ്ത് വല്ല കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് അവർ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഇനിയിപ്പോൾ അഥവാ വിജയിച്ച് ഒന്നാം സ്ഥാനമൊക്കെ ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ അവരുടെ ഹാർഡ് വർക്കിനെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, നീ ഇത്രയും ചെയ്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ ആയല്ലോ, ഓ ഗുഡ്, അങ്ങനെ കൊടുക്കുക. ഓക്കെ, അല്ലാത്ത രീതിയിലും നീ തന്നെയാണ് ഉഷാർ, അങ്ങനെ ഒരിക്കലും ആ രീതിയിൽ അവരോട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ മോന് അല്ലെങ്കിൽ എൻ്റെ മോള് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ, അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്, ഉഷാറായിട്ടുണ്ട്. കാരണം നെക്സ്റ്റ് ടൈം അവർക്ക് ഇനി ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ ചിലപ്പം അവർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ വിഷമം, അവരുടെ ഉള്ളിൽ ഒരു ഇഷ്യൂ ഉണ്ടാവരുതല്ലോ. അപ്പോൾ അവർ മനസ്സിലാക്കണം എൻ്റെ ഹാർഡ് വർക്കിനനുസരിച്ച് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ അവരോട് വെർബൽ അഫർമേഷനൊക്കെ കൊടുത്ത് അവരൊന്ന് അപ്രോച്ച് ചെയ്യാം. പിന്നെ ഒരു അൺകണ്ടീഷണൽ ലെവലിൽ നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. ഈ വെർബൽ അഫർമേഷനിൽ തന്നെ ഇനി മക്കൾ എക്സാമിലൊക്കെ മാർക്ക് കുറഞ്ഞൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ അവരോട് സ്നേഹഭാഷ, ഏത് രീതിയിൽ നമ്മൾ അവരോട് പെരുമാറണം. അവരെ ഇനി നിനക്ക് അതില്ല ഇതില്ല, നീ എന്നെ പറ്റിച്ചു, അങ്ങനത്തെ രീതിയിലൊന്നും പറയരുത്. അല്ലെങ്കിൽ നീ ബാഡ് ആയെന്നോ ഒന്നും പറയരുത്. ചിലപ്പോൾ ഒരു എക്സാമിന് ഈ പേപ്പറിൽ നീ ഗുഡായി, ഈ പേപ്പറിൽ നീ ബാഡായി, അങ്ങനെ നിങ്ങൾ ഈ ഗുഡും ബാഡും എല്ലാ സ്ഥലത്തും വെച്ച് നശിപ്പിക്കരുത്. ഇവിടെ നിങ്ങൾ പറയേണ്ട രീതി എന്താന്ന് വെച്ചാൽ, ഈ എക്സാമിൽ മാർക്ക് കുറഞ്ഞല്ലേ, ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്ക് രണ്ടാൾക്കും കൂടി നന്നായിട്ടൊന്ന് പരിശ്രമിക്കാം കേട്ടോ. ആ രീതിയിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. അങ്ങനെ ആ കുഞ്ഞിന്റെ മനസ്സിൽ, ആ കുട്ടിയുടെ, നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ ആ ഒരു ഫീലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഒരു ഭയമല്ല. മൂന്നാമതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അറ്റൻഷൻ, ലിസണിങ്. അവർ പറയുന്നത് നന്നായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ, ചെറിയ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർ പറയാൻ തുടങ്ങും. ചില പാരൻസ് അപ്പോഴത്തേക്കും സ്കൂളിട്ട് വന്നല്ലോ, ഞാൻ വേഗം അവരങ്ങ് വാഷ് ചെയ്യട്ടെ, യൂണിഫോം വേഗം അലക്കട്ടെ, ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പഠിപ്പിക്കാനല്ലോ, അങ്ങനത്തെ രീതിയിലല്ല. അവർക്ക് അതൊരു പ്രഷറാക്കിക്കാണ്ട് നിങ്ങൾ അതൊരിക്കലും ചെയ്യരുത്. ചെറിയ കുട്ടികളായിക്കോട്ടെ മുതിർന്ന കുട്ടികളായിക്കോട്ടെ, ഒന്ന് സ്കൂളിട്ട് വന്നാൽ ഒരു 5 മിനിറ്റ് അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുക, നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്തും ആയിക്കോട്ടെ, അവർ എന്ത് പൊട്ടത്തരം പറഞ്ഞതായിക്കോട്ടെ, അവരുടെ ഉള്ളിലുള്ള ആ ഒരു അനുഭവമാണല്ലോ അവരെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഇന്ന് നിങ്ങൾ കൊടുത്തില്ല, നാളെ പിന്നെ കുട്ടി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നില്ല. പിന്നീട് നിങ്ങൾ പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് നന്നായിട്ട് കേൾക്കുക, കുറച്ച് നേരം ഒന്ന് അവരുമായിട്ട് ഇരിക്കുക.
അവർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കുക. അവരുടെ പല ഇമോഷൻസ് ഉണ്ടായിരിക്കും ആ സമയത്ത്. അപ്പോൾ ആ ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ താളത്തിന് ഇങ്ങനെ നമ്മൾ തല ഇങ്ങനെ ആട്ടിയിട്ട്, ഓ ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ, ഓ അത് ശരിയല്ലേ. ഇപ്പോൾ ചെറിയ LKG UKG ഒക്കെ ഉള്ള ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഇമോഷൻസിനനുസരിച്ച് നമുക്കും ചെറിയ രീതിയിലൊക്കെ മുഖത്തൊക്കെ ഒരു മാറ്റം വരുത്താവുന്നതാണ്. ഓ അത് ശരി, ഇന്ന് മോൻ കരഞ്ഞോ, അല്ലെങ്കിൽ മോള് കരഞ്ഞോ, അല്ലെങ്കിൽ ഇന്ന് എന്തിനൊക്കെ ചിരിച്ചത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്കൊന്ന് അവരുമായിട്ടൊന്ന് കാര്യങ്ങൾ കൂടുതൽ അറിയും ചെയ്യുക, അവർ പറയുന്നത് കൂടുതൽ കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസം അവരുടെ ഒരു അനുഭവം നമ്മൾ അത് അവരെ കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എബിലിറ്റി അവരിൽ ഉണ്ടായിരിക്കും. നമ്മൾ അവരുടെ ഇമോഷൻസിനെ വിലമതിക്കുന്നു എന്നുള്ള ആ ഒരു ഫീലും കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ അപൂർണതകളും തെറ്റുകളും അംഗീകരിക്കുക. അവയിൽ നിന്നും പഠിക്കാൻ അവരെ സഹായിക്കുക. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ വിമർശിക്കുന്നതിന് പകരം അതിൽ നിന്ന് അവർക്ക് എന്ത് പഠിക്കാൻ കഴിയും എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ്. നീ ചെയ്ത ഈ തെറ്റിൽ നിന്നും നീ ഇത്തരം കാര്യങ്ങൾ പഠിച്ചല്ലോ, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്താണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ആ പഠിച്ചതിൻ്റെ ഭാഗം അവർ മനസ്സിലാക്കുക, അത് ലൈഫിലേക്ക് നല്ലൊരു ലേണിംഗ്, ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമാക്കി അവരെ അത് ആ റൂട്ടിലൂടെ അവരെ കൊണ്ടുവരാൻ അവരെ സഹായിക്കുക. നിങ്ങൾ പെട്ടെന്ന് അവരങ്ങ് ജഡ്ജ് ചെയ്തിട്ട് അവരോട് നിങ്ങളൊരു റൂൾസൊക്കെ വെച്ച് ചാടി കളിക്കാതെ നല്ല രീതിയിൽ അവർ തെറ്റ് ചെയ്തു, ഓക്കെ, അത് ആ തെറ്റിനെ നിങ്ങൾ ഓക്കെ തെറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ മനസ്സിലാക്കുന്നു, ഇനി നീ ഇതിൽ നിന്നും എന്ത് പഠിക്കണം എന്നുള്ള രീതിയിൽ അവരോട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയുള്ള അടുത്ത പോയിന്റ്, നിങ്ങളുടെ കുട്ടിയുമായി ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക, അവരോടൊപ്പം ചേർന്ന് കളിക്കുക എന്നതാണ്. അടുത്ത പോയിന്റ്, മറ്റു കുട്ടികളുമായിട്ട് നിങ്ങളുടെ മക്കളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. കാരണം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ജീവികളും യുണീക്കാണ് എന്നതാണ്, അല്ലേ? ഒന്നൊന്നിൽ നിന്നും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും ആ ഒരു സ്കില്ലും എബിലിറ്റിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിലേക്ക് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നതാണ്. ഒരിക്കലും മറ്റൊരു കുട്ടികളുമായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റിയെ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കുട്ടിയുടെ വ്യക്തിഗതമായി ബന്ധപ്പെട്ടിട്ടുള്ള വളർച്ചയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആസ് എ പാരന്റ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾക്ക് ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ എൻ്റെയും ഇഷ്ടമാണെന്ന് അവരോട് അങ്ങ് പറയാം. അതായത് അതിലേക്ക് അവരുമായിട്ട് ചേരുക. അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ, അവർക്ക് ഇഷ്ടപ്പെട്ട മൂവീസ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സോങ്സ്, എന്തൊക്കെയാണോ അവരുടെ അഭിരുചികൾ, എന്തൊക്കെയാണോ അവർ താല്പര്യപ്പെടുന്ന കാര്യം, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ എന്തൊക്കെയാണോ അതൊക്കെ എനിക്കും ഇഷ്ടം തന്നെയാണ് എന്നുള്ള രീതിയിൽ അവരുമായിട്ട് നല്ല ചേർന്നിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളും അവരുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നല്ലൊരു ചേർന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കൗതുകവും ഒരു ഇഷ്ടവും ഒക്കെ അവരോട് നമ്മൾ പ്രകടിപ്പിക്കുക എന്നതാണ്. ഇത്രയും കേൾക്കുമ്പോൾ ചില പാരൻസിന് തോന്നും, അവരുടെ എല്ലാ കാര്യത്തിനും ഇപ്പം നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റുമെന്ന്, അല്ലേ? നമ്മൾ അവരുടെ ഇമോഷൻസിനെ സാധൂകരിക്കുക എന്നുള്ളതാണ്. ഒരു എമ്പത്തറ്റിക് ലെവലിൽ നമ്മൾ അവരോട് പെരുമാറുക എന്നുള്ളതാണ്. അവരുടെ കാഴ്ചപ്പാടിനോട് നമ്മൾ യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫീലിങ്സിനെ ഒരു എമ്പത്തറ്റിക് ലെവലിൽ നമ്മൾ പരിഗണിക്കുന്നു എന്നതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പിന്നെ ഈ നിമിഷത്തിൽ, ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ അവരോടൊപ്പം കൂടെ കൂടുക എന്നുള്ളത്. അതായത് അവരുണ്ടാകുമ്പോൾ നമ്മൾ ഉള്ള സമയം ടിവിയും ഫോണും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ് ആയിക്കൊണ്ട് മാത്രം അങ്ങ് പോകാതെ, അതായത് വർക്കിന് പോകുന്ന പാരൻസ് ആയിക്കോട്ടെ, വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്ന പാരൻസ് ആയിക്കോട്ടെ, അവർക്ക് തോന്നും എന്ത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ഫോണൊക്കെ ഒന്ന് കളിക്കട്ടെ, ഒന്ന് ഞാൻ എൻ്റെതായ ഒരു ലെജർ ടൈം കണ്ടെത്തട്ടെ, അതൊക്കെ ഓക്കെ. പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇടയിൽ നിന്നും ഇത്തരം ഇലക്ട്രിക് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലൊരു ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അവരുമായി ഫുഡൊക്കെ കഴിക്കുമ്പോഴും മറ്റു ചെറിയ രീതിയിൽ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളൊക്കെ അവരുമായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുക, സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഫോർഗറ്റിങ്. കുട്ടികൾ പല മിസ്റ്റേക്സുകളും ചെയ്യും, നമ്മൾ അവർക്ക് അതൊരു ഫോർഗീവ് ആയിരിക്കും. അവർ സോറി പറഞ്ഞാൽ അവരുടെ ആ മാപ്പ്, അവരുടെ ആ ക്ഷമാപണം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുന്നു, അവരെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് നമ്മൾ നൽകുക. നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യകരമായ ആത്മാഭിമാനവും ആത്മവിശ്വാസവും
വൈകാരിക നിയന്ത്രണവും പ്രതിരോധശേഷിയും ശക്തമായ ബന്ധങ്ങളും വളർത്താൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്.